ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു അടിപൊളി ഊണ് റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിന്ന് ആദ്യം തന്നെ റെഡിയാക്കുന്നത് കുമ്പളങ്ങയും പരിപ്പും കൂടി തേങ്ങ അരച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ കുമ്പളങ്ങ, പിന്നെ കുറച്ച് പരിപ്പ്, ഇത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഒരു കൈക്കണക്കിലാണ് ചേർത്തേക്കണേ. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഓയിൽ, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ നേരം കൊണ്ട് നമുക്ക് മീൻ മസാല വരട്ടാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ മീൻ ഇത് കണ്ട മുഴുവനായിട്ടാണ് എടുത്തേക്കണത്, കട്ട് ചെയ്തിട്ടൊന്നുമില്ല, നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ഓയിൽ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര്, ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ചേർത്ത് ഇതൊന്ന് മസാല പുരട്ടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കറികളൊക്കെ റെഡിയാക്കണതിന് മുമ്പ് ഇത് അങ്ങോട്ട് പുരട്ടി വെക്കുകയാണെങ്കിൽ ഇത് നമ്മൾ വറുക്കാറാകുമ്പോഴത്തേക്കും നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ മീനിൻ്റെ അകത്തേക്ക്. അപ്പോൾ ഞാനെപ്പോഴും അങ്ങനെയാണ് ചെയ്യണത്. ആദ്യം തന്നെ ഞാൻ മീൻ മസാല വരട്ടിയാണ്ട് വെക്കണത്, എന്നിട്ടാണ് ബാക്കിയുള്ള കറികളിലേക്കൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്, അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മൾ അടുത്തതായിട്ട് നമുക്ക് കുമ്പളങ്ങയിൽ ഇടാനുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ അളവനുസരിച്ച് എരിവനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കണേ. പിന്നെ ഞാൻ 2-3 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. അതിൻ്റെ ഇടയിൽ നമുക്കിതേ തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനതേ ഒരു ചോപ്പറിലേക്ക് ക്യാബേജ് തോരനായിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, ഉള്ളി, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാബേജ്, ഇതെല്ലാം കൂടി ഇട്ട് ഒരുമിച്ചാണ് ഞാൻ ചോപ്പറിലിട്ട് ചെറുതാക്കുന്നത്. അപ്പോൾ അതേ എല്ലാം നല്ല കുനുകുനാന്ന് അരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതേ നമ്മുടെ കുമ്പളങ്ങയൊക്കെ വേവിക്കാൻ വെച്ചത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചട്ടിക്കലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പരിപ്പും വെന്തിട്ടുണ്ട്, കുമ്പളങ്ങയും വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ തേങ്ങാക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണേ. തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് ഇങ്ങനെ പിരി പോലെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കറിയൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് കടുക് താളിച്ചൊഴിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിത് ചൂടായ പാനിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതൊന്ന് മൂടി വെക്കുക കേട്ടോ, അല്ലെങ്കിൽ മൂത്തേക്ക് പൊട്ടിത്തെറിക്കുക. അതുകൊണ്ടാട്ടോ. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും മറ്റമുളകും കൂടി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതേ ഇത് കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ ഇതെല്ലാം കൂടി ഞാനിത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതേ നമ്മുടെ ഈസി ആയിട്ടാണ് നമ്മൾ കുമ്പളങ്ങയും പരിപ്പും കൂടി കറി ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങക്ക് പകരം നമുക്ക് വേറെ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. മത്തങ്ങ ചേർക്കാം, പിന്നെ കായ ചേർക്കാം, അങ്ങനെ ഒരുപാട് വെജിറ്റബിൾ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ക്യാബേജ് തോരൻ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടായ ചട്ടിയിൽ വെളിച്ചെണ്ണയിലേക്ക് കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കണ ക്യാബേജിൻ്റെ ഇതില്ലേ, ആ കൂട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിൽ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. പച്ചമുളക്, ഉള്ളി എല്ലാം അതിൽ തന്നെ അരിഞ്ഞെടുത്തേക്കണ കാരണം നമുക്ക് എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ നമ്മളെല്ലാം ചട്ടിക്കലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പില ഇട്ട് കൊടുക്കണം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെറുതീയിൽ മൂടി വെച്ച് പകുതി വേവിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. ഇതൊന്ന് പാതി വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ തേങ്ങാപ്പീര ഒന്ന് ചതച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും, വെറുതെ ഇട്ട് കൊടുത്താൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ അത് വെറുതെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം തേങ്ങാപ്പീരയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഇതൊന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല, ക്യാബേജ് പെട്ടെന്ന് വെന്ത് കിട്ടണ ഒരു ഐറ്റം ആണല്ലോ. അങ്ങനെ നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് ഇത് മൂടി വെച്ചു. വെന്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിലും ക്യാബേജ് തോരൻ ഇവിടെ റെഡിയാക്കാം. അപ്പോൾ ക്യാബേജ് തോരൻ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ക്യാബേജ് തോരൻ റെഡിയാക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് മീൻ വറുക്കാട്ടോ. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലെ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത്രയും നേരം ഇങ്ങനെ മറ്റേ കറികളൊക്കെ ഉണ്ടാക്കുന്ന ടൈം വരെ ഇത് വെച്ചുകൊണ്ട് ഇതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ മസാലയൊക്കെ പിടിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ അങ്ങനെ ആ മീൻ മസാലയൊക്കെ പുരട്ടി വെച്ചത്. അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമ്മുടെ മീൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ കറികളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ട്, അപ്പോൾ ആ കറികൾക്ക് പുറമേ തന്നെ മീനച്ചാറുണ്ട്, മാങ്ങച്ചാറുണ്ട്, പിന്നെ പപ്പടം വറുത്തതുണ്ട്. ഇത്ര ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഊണാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ കമൻറ്റിലൂടെ. ജലദോഷം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സൗണ്ടൊന്നും അത്ര ക്ലിയർ അല്ല കേട്ടോ, അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ എന്തോ മാതിരി ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും പുതിയതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണവർ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലുള്ളൂ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണവരൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കണേ, നിങ്ങൾ ഇട്ടേക്കണ ആ നോട്ടിഫിക്കേഷൻ്റെ ആ ഒരു ബെല്ലൈക്കണിൽ ഓൾ തന്നെയാണോ എന്നൊന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഊണ് വിഭവം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ നിങ്ങളുടെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.